ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കറി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. പഴമ അതായത് പഴയ കറിയാണ് കേട്ടോ. നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരുന്നത്, മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് നമ്മുടെ ഇലിമ്പിക്കയാണ് കേട്ടോ. ഇരുമ്പുളി ഇലിമ്പിക്ക, അങ്ങനെ പല പേരുകളുണ്ട്. വേറെ പേരുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഇരുമ്പുളി ഇവിടെ നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പറിച്ച് നമ്മൾ കഴുകിയിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. കൂടെ നമ്മുടെ കൊച്ചുള്ളിയും കരിയാപ്പില അടുപ്പും ചോട്ടി വെച്ചുകൊണ്ട് ഇതേ കരിഞ്ഞിരിക്കുകയാണ് കേട്ടോ. പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ രണ്ടാമത്തെ പാലും കൂടെ ചേർത്ത് നമ്മൾ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ഈ കറി ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കാരണം വേവൊന്നും ഇല്ലാത്ത സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ മൂടി വെച്ചൊന്ന് വേവിക്കുന്നുണ്ട്. മൂടി വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ പച്ച കളറിലുള്ള നമ്മുടെ ഇരുമ്പ് പുളി വേവിച്ച് കഴിയുമ്പോഴത്തേനും ഇത് ലൈറ്റ് മഞ്ഞ കളറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെന്ത് വന്നിരിക്കുന്നതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഒന്നാം പാലും കൂടെ ഒഴിച്ച് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. അടിപൊളി നമ്മുടെ കറി റെഡിയാണ് കേട്ടോ. ഈ തേങ്ങാപ്പാലും പുളിയും എല്ലാം കൂടെ ചേരുമ്പോഴത്തേനും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരെ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇരുമ്പുളി കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് എന്താ പറയുക, നമ്മുടെ കടുക് താളിച്ചൊഴിച്ചില്ലെങ്കിൽ കറിക്കൊരു ടേസ്റ്റ് കുറവ് പോലെ നമുക്ക് തോന്നൂലേ. അപ്പോൾ അത് നമ്മുടെ പതിവ് തെറ്റിക്കാതെ നമ്മൾ കടുക് പൊട്ടിക്കാനായിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി വാങ്ങിപ്പോയി, അത് വേറെ കാര്യം. അപ്പോൾ നമ്മൾ കടുക് ഇട്ടിട്ടുണ്ട്, കരിയാപ്പില ഇട്ടിട്ടുണ്ട്, പിന്നെ നമ്മുടെ കൊച്ചുള്ളി ഇട്ടിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഉണക്കമുളക് ഇട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് നാലും ഇല്ലാതെ നമുക്ക് എന്ത് താളിക്കില്ല അല്ലേ. അപ്പോൾ നമ്മുടെ മലയാളികളുടെ ഒരു ശീലമാണല്ലേ ഈ താളിച്ചൊഴിക്കൽ. അപ്പോൾ ഞങ്ങളുടെ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ആയ മുളക് പൊടിയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ താളിച്ചൊഴിക്കുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് നല്ല രസമാണ് കേട്ടോ കാണാൻ തന്നെ. അപ്പോൾ ആ ചട്ടിയിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ കടുക് പൊട്ടിച്ച ചട്ടിയിലേക്ക് ഒഴിച്ച് ഇന്നൊരൊച്ച കേൾക്കുന്നത് എനിക്കൊരു ഹോബി എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ കടുക് താളിച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും സ്വാദിഷ്ടമായ ഒരു കറി, ഒരു വിഷാംശമോ ഒന്നുമില്ലാത്ത എന്താ പറയുക നമ്മുടെ നാടൻ രീതിയിലുള്ള ഒരു കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ ഒരു ഇത്. പുളിയൊക്കെ ഉള്ളവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അമ്പാടിയാണ് ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്. പക്ഷേ അമ്പാടിക്ക് പുളി അത്ര ഇഷ്ടമില്ല കേട്ടോ. ആമിയാണ് പുളിക്കറികളോടൊക്കെ താല്പര്യം. അവളുടെ മുഖം തന്നെ കണ്ടാൽ അറിയാം അല്ലേ. അപ്പോൾ നമ്മുടെ കറി അടിപൊളിയായിട്ട് നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചൂടൻ ചോറിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ കറി അങ്ങ് വെച്ചിട്ട് കുഴച്ച് കഴിച്ചാൽ എൻ്റെ ദൈവമേ അടിപൊളിയാണ് കേട്ടോ. പക്ഷെ നമ്മൾ കറി ഉണ്ടാക്കിയപ്പോൾ തന്നെ ചോറുണ്ണലൊക്കെ കഴിഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഭംഗിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിതേ വെള്ള പ്ലേറ്റിലേക്ക് ഇങ്ങനെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ മുളക് പൊടി ഇട്ടുകൊണ്ട് ആ കറിയുടെ കളറ് തന്നെ റേഞ്ച് തന്നെ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പം അടിപൊളി കറിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. കുഞ്ഞിനാണെങ്കിൽ ടേസ്റ്റ് ചെയ്യാത്തതുകൊണ്ടൊരു സമാധാനം ഇല്ല കേട്ടോ. അപ്പോൾ അതേ കുഞ്ഞിന് ഇങ്ങനെയാണ് കേട്ടോ ടേസ്റ്റ് ചെയ്തത്. അപ്പം ഞാൻ ചോദിച്ചതാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിച്ചായിരുന്നു, പക്ഷേ ഫുഡ് കഴിച്ച് പോയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം, അടിപൊളി കറിയാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റായിട്ട് പോരട്ടെ കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. വേറൊന്നും ഇല്ലാത്ത ബൈ, സീ യു. കാണിച്ച ഇതിങ്ങനെ എടുത്ത് കാണിച്ചേ. Hello.